الحمد لله رب العالمين الذي خلق من الماء بشرا فجعله نسبا وسحرا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله فأوصيكم عباد الله ونفسي أولا بتقوى الله. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കണേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളുമായി മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ ഖുതുബ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവജാലങ്ങളെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വഖലഖനാകും അസ്വാജ, അല്ലാഹു എല്ലാത്തിനെയും, മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗജുകളായിട്ടാണ്, ഇണകളാക്കിയിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. വേറെ ആയത്തിൽ പരാമർശിക്കും, അല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ ഏർപ്പാടാക്കി തന്നിരിക്കുന്നു. അതേപോലെ തന്നെ വജഅലകും മിൻ അസ്വാജികും ബനീന വഹഫദ, ആ ഇണകളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയൊക്കെ അല്ലാഹു നൽകിയിരിക്കുന്നു. റബ്ബ് നൽകിയിട്ടുള്ള ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ഒരു സുസ്ഥിരമായിട്ടുള്ള ശക്തമായിട്ടുള്ള സമൂഹത്തിന്റെ അടിത്തറയാണ് കുടുംബം എന്നുള്ളത്. ആ കുടുംബത്തിന്റെ ആദ്യ പടിയാണ് വിവാഹത്തിലൂടെയാണ് കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. രണ്ട് രൂപത്തിലാണ്. ഒന്ന് രക്തബന്ധമുണ്ട്, വിവാഹബന്ധമുണ്ട്. ഈ വിവാഹബന്ധത്തിലൂടെയാണ് പിന്നെ രക്തബന്ധത്തിലൂടെ മക്കള് അതിലൂടെ വരുന്നത്. ഈ ബന്ധങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. വിവാഹം കഴിക്കുക എന്നുള്ളത് അംബിയ മുർസലിങ്ങളുടെ ചര്യയാണ്. വിവാഹം എന്നുള്ളത് അവന്റെ ഈമാനികമായിട്ടുള്ള ഉയർച്ചക്ക്, അവന്റെ നിസ്വായിട്ടുള്ള ഈമാൻ കാമിലാകുന്നത്, നിസ്വായിട്ട് കിട്ടുന്നത്, പകുതിയായി കിട്ടുന്നത് വിവാഹത്തിലൂടെയാണ്. അവന്റെ കണ്ണിനെയും അവന്റെ കാതിനെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ വിവാഹം ആവശ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് മൂന്നാളുകൾ പറഞ്ഞല്ലോ, പ്രവാചകന്റെ ആരാധന ജീവിതത്തെ എങ്ങനെയാണ് ആരാധനയെ ക്രമീകരിച്ച കാര്യങ്ങൾ പഠിക്കാൻ അറിയാൻ വേണ്ടി വന്ന ആ ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചരിത്രങ്ങളും സംഭവങ്ങളും വിശാലമായ ഹദീസാണ്. അവരെടുത്ത തീരുമാനങ്ങൾ ഒന്നിതായിരുന്നു. അവര് രാത്രി ഒന്ന് നിസ്കരിക്കും, ഞങ്ങള് ഫുള്ളായിട്ട് നിസ്കരിക്കും. മറ്റാള് പറഞ്ഞു, പകൽ എല്ലാ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കും. മൂന്നാമത്തെ ആള് എടുത്ത തീരുമാനം എന്താ? വിവാഹം പോലും കഴിക്കാതെ എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അതിനുള്ളൊരു അധ്വാനവും കൂടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനം എടുക്കുക. കുറച്ച് അധ്വാനം മതിയല്ലോ, ബാക്കി സമയമൊക്കെ ഇബാദത്തുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാൺ ചെയ്തു. ഞാൻ നിങ്ങളിലേക്കാൾ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ ഞാനാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ ഞാനാണ്. അതുകൊണ്ട് എന്റെ സുന്നത്തിനെ ആര് വെറുത്തോ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്? ആ സുന്നത്തിനെ എടുക്കണം. വിവാഹത്തിന് പ്രായമായിട്ടുള്ള ഒരു കുടുംബത്തെ നോക്കാനുള്ള പ്രാപ്തി ഉണ്ട് എങ്കിൽ, ശാരീരികമായിട്ടുള്ള കഴിവുകൾ ഉണ്ട് എങ്കിൽ അവൻ വിവാഹം ചെയ്യണം എന്നുള്ളതാണ്. യുവസമൂഹം മാറി നിൽക്കുകയാണ്. വിവാഹത്തിന്റെ വേളയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് ഇവിടെ മുഖവിലക്കെടുക്കേണ്ടത്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, യുവസമൂഹമേ, നിങ്ങൾക്ക് ഒരു വിവാഹം കഴിക്കാനുള്ള ത്രാണി ഉണ്ടെങ്കിൽ, ശേഷി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിവാഹമേ കഴിക്കണം. ഫഇന്നഹു അഅദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളെ കണ്ണുകളെ നിയന്ത്രിക്കാൻ, മുഖ്യാവയവത്തെ കാത്തു സൂക്ഷിക്കാൻ,
വിവാഹം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? നോമ്പെടുക്കാനും വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, നമ്മുടെ വിവാഹത്തിൽ നിന്ന് ബാക്കോട്ട് പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം, എനിക്കതിന് സാമ്പത്തികമായിട്ടുള്ള ശേഷിയില്ലല്ലോ. യുവാക്കൾക്ക് ഒന്നും ചെയ്യാണ്, വിവാഹത്തിന് വേളയിൽ വൈകി പോവുകയാണ്. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് അറിയോ? സാമ്പത്തികമായ ശേഷിയില്ലാത്തതിന്റെ പേരിലാണ് എങ്കിൽ നിങ്ങൾ മാറി നിൽക്കാൻ പാടില്ല. ഖുർആനിന്റെ ആയത്തുകൾ, ഇൻ യകൂനു ഫുഖറാ യുഗ്നീഹിമുല്ലാഹു മിൻ ഫളി വല്ലാഹു വാസിഉൻ അലീം. നിങ്ങൾ എന്തിയാണ്? ദരിദ്രന്മാരാണോ? യുഗ്നീഹിമുല്ലാഹു മിൻ ഫളി, അല്ലാഹുവിന്റെ ഫളിൽ നിന്ന് അവൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നൽകും. അല്ലേ? വിവാഹം കഴിച്ച നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങള് ഏതവസ്ഥയിലായിരുന്നു? വിവാഹം കഴിച്ചു, ഒരു മോനായി അല്ലെങ്കിൽ ഒരു മോളായി, നമ്മുടെ സാമ്പത്തികമായിട്ട് സാലറി വലിയതില്ല, അതിനൊരു ബർക്കത്ത് തന്നു, 2 മക്കളായി 3 മക്കളായി, അവരെ പഠിപ്പിക്കുന്നു, അവരെ വിദ്യാഭ്യാസം, അവരെ ആരോഗ്യസ്ഥിതി, എന്റെ സാലറി കൊണ്ട് എങ്ങനെയാണ്? അതാണ് അല്ലാഹു പറഞ്ഞത്, അതിനുള്ള സംരക്ഷണം എല്ലാം പഠിച്ചോൻ തരും, അല്ലാഹു തരും. മോന്റെ ഒരു കല്യാണത്തിനാലേക്ക് ഓനിപ്പോ അതിനൊക്കെ ശേഷിയായിട്ടുണ്ടോ? ഓനൊരു ജോലി കാര്യമായിട്ടുണ്ടോ? ചെറിയ മട്ടത്തിലൊക്കെ ഒരു കുടുംബത്തെ അല്ലാഹു തരും. മാറി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം നേരത്തെ അവർ പ്രവേശിക്കണം എന്നുള്ളതാണ്. വൈകിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതില് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഒരു കാര്യം എന്നുള്ളത്, ഇദാ ജഅകും മിൻ തർദൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. നല്ലൊരു പ്രപ്പോസൽ, നല്ലൊരു അന്വേഷണം, എങ്ങനെയുള്ള ദീനുണ്ട് ഖുലുഖുണ്ട്, പ്രധാനപ്പെട്ടതാണത്. ഇങ്ങനെയുള്ള ഒരാള് നിങ്ങളോട് വിവാഹം അന്വേഷിച്ചുകൊണ്ട് വരികയാണ് എങ്കിൽ അവർ വിവാഹം കഴിക്കണം. വിവാഹത്തിന് എന്ത് ചെയ്യണം? വൈകിപ്പിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലൊരു ബർക്കത്തുണ്ട്, അല്ലെങ്കിൽ ഫിത്നകൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും സമൂഹത്തിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട് എന്താണ്? ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് 4 കാര്യങ്ങളാണ്. മർമ്മപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹദീസ് എന്നുള്ളത്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. എന്ത് ചെയ്യണം? സമൂഹത്തില് വിവാഹം ചെയ്യപ്പെടുന്ന എന്ത് ചെയ്യണം? 4 കാര്യങ്ങൾക്കാണ്. ഒന്ന്, മാലിന്റെ സമ്പത്തിന് നല്ല തറവാടാണ്, നല്ല പൈസക്കാരാണ്, അതേപോലെ നല്ല തറവാടാണ്, അതേപോലെ തന്നെ അതേപോലെ തന്നെ ചില ആളുകൾ പരിഗണിക്കുന്ന ദീനിനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്റെ കൈ മണ്ണ് പുരണ്ടാൽ പോലും ദീനുള്ള ഒരു പെണ്ണിനെ കൊണ്ട് വിവാഹം കഴിക്കണം. നിന്റെ ജോലിയിൽ എന്ത് ചെയ്യാണ്? പ്രയാസം അനുഭവിക്കേണ്ടി വന്നാൽ പോലും ദീനുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അതിൻ്റെതായ ബർക്കത്ത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ബഹിഷ്കരണങ്ങളും വന്നപ്പോൾ താങ്ങായി തണലായിരുന്നത് മഹദിയായ ഖദീജ ബീവി ആയിരുന്നു. അതേപോലെ ദീനുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കതിന് എന്ത് ചെയ്യും? അതിൻ്റെതായ ബർക്കത്ത് നമുക്ക് കിട്ടും. പെണ്ണ് കാണണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടാണ് നല്ല കുടുംബത്തെ അന്വേഷണം നടത്തണം. പെണ്ണിനെ കാണണം, പോയിട്ട് പരസ്പരം ഇഷ്ടപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ഒരു ഫാമിലിയെ, ഒരു അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരാള്, അവളൊക്കെ നീ കണ്ടോ? പോയി കണ്ടോ? ആ ലേഡിയെ പോയി കാണണം. അവൻ പറഞ്ഞില്ല, ഇവിടെ പോയി കാണണം. അൻസാരി സ്ത്രീകളുടെ കണ്ണുകൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ശരിക്കും കാണണം, കൂടെ നിർത്താനല്ല. അതുകൊണ്ട് കണ്ട് ഇഷ്ടപ്പെടണം പരസ്പരം. ആണാകട്ടെ പെണ്ണാകട്ടെ പരസ്പരം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പാടൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ മഹർ കൊടുക്കണം. മഹർ കൊടുക്കാൻ ആ കാര്യത്തിന് ശ്രദ്ധ കൊടുക്കണം. ഓവറായി മഹർ വാങ്ങാതിരിക്കുക, ലളിതമാക്കുക, വിവാഹ ചടങ്ങുകളെ എളുപ്പമാക്കുക. ആ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് തരും എന്നുള്ളതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. കുറെ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് വലിയ സംഭവമാക്കിയിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സിമ്പിളാണ് വിവാഹം. ഇസ്ലാമിലെ വിവാഹം ലളിതമാണ്, ചുരുങ്ങിയതുള്ളൂ. വലിയ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ മഹർ ഉണ്ടായിരിക്കണം. 2 സാക്ഷികൾ ഉണ്ടായി കഴിഞ്ഞാൽ
ആ വിവാഹം എന്ത് ചെയ്തു? സ്വീകാര്യമാകുന്ന രൂപത്തിലായി. പക്ഷേ മാമൂലുകളാണ്. 2, 3, 4 ആഴ്ചകളോളം, മാസങ്ങളോളം അല്ലെ അതിൻ്റെതായ ഒരു കല്യാണം, മഞ്ഞക്കല്യാണം, മൈലാജി കല്യാണം, അതേപോലെ തന്നെ നീണ്ടുപോകുന്ന മുസ്ലിമേ, ഇത്തരം നീണ്ടു നിൽക്കുന്ന ഹറാമുകളാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ബർക്കത്ത് കിട്ടുക? അള്ളാഹു അവർക്ക് ബർക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. ആ ഖൈർ കിട്ടണമെങ്കിൽ വിവാഹ വേളയിലും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബർക്കത്ത് നമുക്ക് നൽകുകയുള്ളൂ. ചെലവ് ചുരുക്കിക്കൊണ്ടുള്ള ഏറ്റവും ലളിതമായ രൂപത്തിലായിരിക്കണം. എങ്കിൽ അവരുടെ പ്രസവം പോലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെതായ ബർക്കത്ത് ഉണ്ടാവും. നല്ല മക്കളുണ്ടാവും. അവിടെ നിന്നിട്ട് തുടങ്ങണം. ഇതിനുള്ള കുടുംബത്തിൽ നിന്ന് മക്കളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇസ്ലാമികമായ ചുറ്റുപാടിലേക്ക് കൊണ്ടുവന്നാൽ ആ കുടുംബത്തിനും വരും തലമുറക്കും സൗഭാഗ്യങ്ങൾ ലഭിക്കും. അള്ളാഹു ആ രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഊസികും ഇബാദല്ലാഹി താനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കണേ എന്ന് വീണ്ടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ആണാകട്ടെ പെണ്ണാകട്ടെ പരസ്പരമുള്ള വിട്ടുവീഴ്ച എന്നുള്ളത്. കണ്ടും അറിഞ്ഞുകൊണ്ട് ജീവിക്കണം. നമ്മള് മനസ്സിലാകുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുൻ. പരസ്പരം വസ്ത്രത്തെ പോലെ ശരീരത്തിലെ ഭംഗി കൂട്ടാൻ, അതകത്തുള്ള പോരായ്മകളെ മറച്ചു വെക്കാൻ വസ്ത്രത്തിന്റെ ധർമ്മം എന്താണോ? ചൂടിൽ നിന്ന്, തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നത് പോലെ. ചൂടൊക്കെ വരൂലേ? തണുപ്പ് വരൂലേ? നമുക്ക് വരും. കാറ്റടിക്കൂലേ? വരും. ഇതേപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഇവരിൽ നിന്നാകാം, ഭാര്യമാരിൽ നിന്നാകാം, ഇണകളിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, മക്കളിൽ നിന്നാകാം. അത് മനസ്സിലാക്കിക്കൊണ്ട് വസ്ത്രത്തിന്റെ ധർമ്മം പോലെ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം നമുക്ക്. അതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലായിക്കോണമെന്നില്ല. ദുനിയാവാണ്, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ക്ഷമിക്കണമെന്നാണ്. ക്ഷമിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു കണക്കില്ലാതെ കൊടുക്കുക എന്ന് പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ ആകാകുന്ന വരച്ച വരയിൽ നിർത്തുമ്പോഴാണ് ചിലപ്പോൾ എന്ത് ചെയ്യാണ്? പൊട്ടിപ്പോവുക, ഉടഞ്ഞു പോവുക. അത് നമ്മളെ അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ തകരുന്ന എന്താ അറിയോ? നമ്മളെ മക്കളാവും. എന്താ വിചാരിച്ചു വെച്ചിട്ട് വൈഫിനോട് അല്ലെങ്കിൽ കുടുംബത്തോട് ദേഷ്യപ്പെടുമ്പോ കണ്ടു പഠിക്കുന്നത് നമ്മളെ മക്കളാ. നമ്മളിൽ നിന്ന് വിട്ടുവീഴ്ച മനോഭാവം കണ്ടുപഠിക്കേണ്ട, ഒപ്പിയെടുക്കേണ്ട അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ, സൽഗുണങ്ങൾ നമ്മിൽ നിന്നാണ് അവർ പഠിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം അറിയോ? മക്കളുണ്ട്, റൂമിൽ പോയിട്ട് സംസാരിക്കാം. മക്കളുണ്ട്, ഓരോ മുന്നേ. കാരണം എന്താണോ ചെയ്യുന്നത് അത് കോപ്പി ചെയ്യുള്ളൂ. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതേ കോപ്പി. എന്റെ ഉമ്മയും ബാപ്പിയതാണ്, അതാണ് അവർ റോൾ മോഡൽ. അതുകൊണ്ട് തസാമുഹ് ചെയ്തുകൊണ്ട്, അതാണ് ഇന്നത്തെ ഈ നവംബർ 16 എന്ത് ചെയ്യാണ്? വിട്ടുവീഴ്ചയുടെ, സഹിഷ്ണുതയുടെ ഒരു ദിനമായിട്ടൊക്കെ ആചരിക്കുമ്പോൾ നമ്മൾ തുടങ്ങണം. കുടുംബത്തിൽ നിന്ന്, നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങണം. ദേഷ്യപ്പെടുക, ഫോൺ വിളിക്കുമ്പോൾ എവിടെയായിരുന്നാലും സ്നേഹവും പരിഗണനയും കൊടുത്തുകൊണ്ട് വിട്ടുവീഴ്ച. ഇത് കണ്ടിട്ടാണ് എന്റെ ഒപ്പം എങ്ങനെയാണ്, എന്റെ ഉമ്മ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കും. അവർക്ക് എന്ത് അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം, ചേർന്ന് നിൽക്കണം. മക്കൾക്കുള്ളിടയിലുള്ള സ്നേഹബന്ധങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നോക്കാം, നീ അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവനെന്തെങ്കിലും പറ്റും. അവൻ ആ സഹോദരൻ നഷ്ടപ്പെട്ട, അവന്റെ സിസ്റ്റർ നഷ്ടപ്പെട്ട അവർക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് പണം ചിലപ്പം എന്ത് ചെയ്യാണ്? തിരിച്ചു വന്നേക്കും. അവനെ കിട്ടും നിനക്ക് ഇല്ല. അതുകൊണ്ട് ഇത്തരം അവരുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും ഉപദേശങ്ങളും എന്താ കാട്ടിയതെന്നല്ല ചോദിക്കേണ്ടത്. മാന്യമായിട്ടുള്ള സംസാരം. അടുത്ത തലമുറയുടെ നേതാക്കന്മാരാണ് അവര്. നമ്മളെങ്ങനെയോ ആട്ടെ, പക്ഷേ നമ്മിൽ വിട്ടുവീഴ്ചയിലൂടെ ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ അതിൽ അള്ളാഹുവിന്റെ സഹായം കിട്ടും എന്നുള്ളതാണ്. അവർക്കാണ് സഹായം അള്ളാഹു നൽകുക. ദുനിയാവ് എന്ന പരീക്ഷണത്തിന്റെ ലോകമാണ്. വിചാരിച്ചതെല്ലാം കിട്ടുന്ന ഈ ലോകത്തല്ല.
നമ്മൾ വിവാഹം കഴിച്ച ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ നമ്മൾ വിചാരിച്ച രൂപത്തിലായിട്ടില്ലെങ്കിലും ആ മക്കളെ വിചാരിച്ചുകൊണ്ട് ചേർത്ത് നിന്നുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യോ ബർക്കത്തിനെ നമുക്ക് നൽകും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നാം കഠിനാധ്വാനം ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ദീനിനെ പ്രാമുഖ്യം കൊടുക്കുന്ന കുടുംബത്തിലെ അള്ളാഹുവിന്റെ ബർക്കത്ത് വർദ്ധിക്കൂ എന്നും നാം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിന്റെ സഹായം രണ്ട് ലോകത്തും ഉണ്ടാകും എന്നും തിരിച്ചറിയുക. അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള അപാകതകളെ അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ഇന്ന് മരിച്ചു പോയിട്ടുള്ള ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, അവരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണേ റഹ്മാനെ. اللهم اجعلنا بك مؤمنين ولك عابدين وإليك منيبين وبوالدينا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين. اللهم أدم الاستقرار على دولتنا وأتم العافية علينا ووسع لنا في أرزاقنا وبارك لنا في أزواجنا وذرياتنا. اللهم ارحم شيخ زايد وشيخ راشد وشيخ صقر بن محمد القاسمي والقادة المؤسسين وأدخلهم بفضلك وصح جناتك واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم أغثنا، اللهم أغثنا، اللهم أغثنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلما والحقنا بالصالحين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.